ഇന്ത്യൻ ക്രിക്കറ്റിൽ എക്കാലത്തും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുള്ള ഒന്നാണ് മലയാളി താരം സഞ്ജു സാംസണിന്റെ ടീമിലെ സ്ഥാനവും അദ്ദേഹത്തിന് ലഭിക്കുന്ന അവസരങ്ങളും. ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം T20 മത്സരത്തിനുള്ള ഇന്ത്യൻ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു പുറത്തായതും പകരം 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശി ടീമിലെത്തിയതും ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇന്ത്യൻ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും സഞ്ജുവും തമ്മിൽ മൈതാനത്ത് വെച്ച് നടത്തിയ ദീർഘ സംഭാഷണത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ ടീമിനുള്ളിലെ നാടകീയ നീക്കങ്ങൾ പരസ്യമായിരിക്കുകയാണ്. കേവലം 3 മത്സരങ്ങളിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ ഏഷ്യ കപ്പും ഏഷ്യൻ ഗെയിംസും വരാനിരിക്കെ സഞ്ജുവിനെ ടീമിൽ നിന്നും മാറ്റിയതും അതിന് പകരക്കാരനായി എത്തിയ കൗമാര താരം ചരിത്ര റെക്കോർഡുകൾ ഭേദിച്ചതും ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു തലമുറ മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. മത്സരം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്ലേയിങ് 11 പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. താൻ ടീമിലില്ലെന്ന വിവരം അറിഞ്ഞതിനു ശേഷം ഗ്രൗണ്ടിൽ നിന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങാനൊരുങ്ങിയ സഞ്ജുവിനെ കോച്ച് ഗൗതം ഗംഭീർ അരികിലേക്ക് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. ദീർഘനേരം നീണ്ടുനിന്ന ഈ സംഭാഷണത്തിൽ സഞ്ജുവിനെ ടീമിൽ നിന്നും ഒഴിവാക്കാനുണ്ടായ സാഹചര്യവും ടീം മാനേജ്മെന്റിന്റെ പുതിയ തന്ത്രങ്ങളും കോച്ച് താരത്തെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ കോച്ചിന്റെ വിശദീകരണങ്ങളിൽ സഞ്ജു പൂർണ്ണ തൃപ്തനല്ലെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. വെറും 3 ഇന്നിംഗ്സുകളിലെ ഫോമില്ലായ്മയുടെ പേരിൽ അത് തൊട്ടു മുൻപത്തെ പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും പെട്ടെന്ന് ടീമിൽ നിന്നും ഒഴിവാക്കിയതിൽ മലയാളി താരത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ടീമിലെ മറ്റ് പല മുതിർന്ന താരങ്ങൾക്കും തുടർച്ചയായി അവസരങ്ങൾ ലഭിക്കുമ്പോൾ തനിക്ക് മാത്രം കടുത്ത മാനദണ്ഡങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന ചിന്തയാണ് സഞ്ജുവിന്റെ അതൃപ്തിക്ക് പിന്നിലെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചില മാസങ്ങൾക്ക് മുൻപ് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടന്ന T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ ടീമിന്റെ വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ച താരമായിരുന്നു സഞ്ജു. ലോകകപ്പിലെ തുടർച്ചയായ 3 മത്സരങ്ങളിൽ 97, 89, 89 എന്നിങ്ങനെ റൺസ് അടിച്ചുകൂട്ടി അസാധാരണമായ ഫോമിലായിരുന്നു താരം. മധ്യനിരയിലും ടോപ്പ് ഓർഡറിലും ഒരുപോലെ തിളങ്ങാൻ സഞ്ജുവിനന്ന് കഴിഞ്ഞിരുന്നു. ലോകകപ്പിലെ ഈ തകർപ്പൻ പ്രകടനത്തോടെ ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന്റെ സ്ഥാനം സുരക്ഷിതമാണെന്ന് ആരാധകർ ഉറപ്പിച്ചിരുന്ന സമയത്താണ് കാര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറി മറിഞ്ഞത്. ലോകകപ്പിന് ശേഷം നടന്ന അയർലൻഡ് പര്യടനത്തിലും നിലവിലെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ ആദ്യ മത്സരത്തിലും സഞ്ജുവിന് തന്റെ പഴയ ഫോം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 3 അന്താരാഷ്ട്ര ഇന്നിംഗ്സുകളിൽ യഥാക്രമം 5, 0, 1 എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ സ്കോറുകൾ. രാജ്യാന്തര തലത്തിൽ മത്സരം കഠിനമാകുമ്പോൾ തുടർച്ചയായ 3 ഇന്നിംഗ്സുകളിലെ ഈ ചെറിയ സ്കോറുകൾ ടീം മാനേജ്മെന്റിനെ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുകയായിരുന്നു. സഞ്ജുവിന്റെ നിലവിലെ ക്രിക്കറ്റ് കരിയർ പരിശോധിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹത്തിന് ഇന്ത്യൻ ജേഴ്സിയിലെ പുറത്തിരിക്കൽ വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയായി മാറും. മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം T20 മത്സരത്തിൽ സഞ്ജുവിന് പകരക്കാരനായി ഓപ്പണറുടെ റോളിലാണ് 15-കാരൻ വൈഭവ് സൂര്യവംശി കളത്തിലിറങ്ങിയത്. ഈ അരങ്ങേറ്റത്തോടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചരിത്ര റെക്കോർഡാണ് വൈഭവ് തിരുത്തിക്കുറിച്ചതും. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് വൈഭവ് ഇന്ത്യൻ സീനിയർ ടീമിനായി പാടണിയുന്നതും. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ 16 വയസ്സും 205 ദിവസവുമായിരുന്നു പ്രായം. ഈ റെക്കോർഡാണ് കൗമാര താരം മറികടന്നത്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ICCയുടെ ടെസ്റ്റ് പദവിയിലുള്ള ഒരു രാജ്യത്തിനു വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റർ എന്ന ആഗോള നേട്ടവും വൈഭവ് സ്വന്തം പേരിൽ കുറിച്ചു. ബീഹാറിൽ നിന്നുള്ള ഈ ഇടംകയ്യൻ ബാറ്റർ അതിവേഗം ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണം കഴിഞ്ഞ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നടത്തിയ അവിശ്വസനീയമായ പ്രകടനമാണ്. ടൂർണമെന്റിൽ ഉടനീളം വമ്പൻ ബൗളർമാരെ ഭയമില്ലാതെ നേരിട്ട വൈഭവ് സീസണിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന തരത്തിലുള്ള ഓറഞ്ച് ക്യാപ്പും സ്വന്തമാക്കിയിരുന്നു. ഓറഞ്ച് ക്യാപ്പിന് പുറമെ ടൂർണമെന്റിലെ എമർജിംഗ് പ്ലെയർ ഉൾപ്പെടെ 5ഓളം പ്രധാന പുരസ്കാരങ്ങളാണ് വൈഭവ് അടിച്ചെടുത്തത്. ഈ അസാധാരണ ഫോമാണ് സെലക്ടർമാരെയും കോച്ച് ഗൗതം ഗംഭീറിനെയും ആകർഷിച്ചതും താരത്തിന് അതിവേഗം ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നതും. ഇംഗ്ലണ്ട് പര്യടനത്തിന് പുറമെ വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ T20 ടീമിലും വൈഭവ് സൂര്യവംശി ഇടം പിടിച്ചിട്ടുണ്ട്. വൈഭവിന്റെ പ്രായവും നിലവിലെ അസാധാരണമായ ഫോമും പരിഗണിക്കുമ്പോൾ ടീമിൽ ഒരു ഓപ്പണറുടെയോ ടോപ്പ് ഓർഡർ ബാറ്ററുടെയോ സ്ഥാനത്ത് വൈഭവ് ദീർഘകാലം തുടരാനാണ് സാധ്യത.
ഇത് സഞ്ജുവിന്റെ തിരിച്ചുവരവ് കൂടുതൽ കഠിനമാക്കും. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ആഭ്യന്തര മത്സരങ്ങളിലും IPLലും മികച്ച പ്രകടനം പുറത്തെടുത്താൽ മാത്രമേ സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലേക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെയും വിലയിരുത്തൽ. ഗൗതം ഗംഭീറിന്റെ കടുത്ത തീരുമാനങ്ങൾ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുമ്പോൾ മലയാളി താരം സഞ്ജു തന്റെ കരിയറിലെ ഏറ്റവും കഠിനമായ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.